ഹലോ ഗൈസ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇന്ത്യ ന്യൂസിലാൻഡ് ഫൈനൽ നടക്കുകയാണല്ലോ. അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് കളി നടക്കുന്നത്. നമ്മുടെ സഞ്ജു സാംസൺ നല്ലൊരു ഇമ്പാക്റ്റ് പ്ലേ കളിച്ചാൽ ഇന്ത്യ ഉറപ്പായിട്ടും നല്ലൊരു സ്കോറിലേക്ക് പോകും. ഇപ്പോൾ സെക്കൻഡ് ബാറ്റിംഗ് ആണെങ്കിൽ പോലും സഞ്ജുവിൻ്റെ ഒരു സാന്നിധ്യം ഇന്ത്യക്ക് വളരെയധികം അത്യാവശ്യമാണ്. പുള്ളി ഫസ്റ്റ് തന്നെ ഒരു ഒരുപാട് കളിക്കാമെന്നല്ല, ഒരു 30-40 റണ്ണ്, ഒരു 10-15 ബോൾ എടുത്താൽ തന്നെ ബാക്കി എല്ലാവരും അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻസ് ചെയ്ത് സ്കോർ കൊണ്ടുപോകും. കണ്ടോ, പുള്ളി അഹമ്മദാബാദ് നരേന്ദ്രമോദി പിച്ചിലേറെയുള്ള റണ്ണാണ്. 13 മാച്ച് കളിച്ചിട്ടുണ്ട്, 276, 133 സ്ട്രൈക്ക് റേറ്റിൽ 60 ഹൈ സ്കോർ, ഒരു 50 അടിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും നോക്കേണ്ട കാര്യമില്ല. പുള്ളി ന്യൂസിലാൻഡിനെതിരെ വളരെ പരിങ്ങലിലാണ് കഴിഞ്ഞ പരമ്പരകളിൽ കളിച്ചതെങ്കിൽ പോലും പുള്ളി ബിഗ് ഇവൻറ്റിലേക്ക് എത്തിയപ്പോൾ പുള്ളി നല്ല ഫുൾ ഫോമിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കളിയിൽ സഞ്ജു സാംസൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ അത് വളരെയധികം വലുതാണ്. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അഭിഷേക് ശർമ്മ തീരെ ഫോം ഔട്ടാണ്. ഇന്ന് അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും നല്ലൊരു കൂട്ടുകെട്ടുണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. എങ്കിൽ പോലും ഇഷാൻ കിഷനും സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും 3 പേരും ക്ലിക്കായാൽ പിന്നെ ന്യൂസിലാൻഡ് ഒന്നുമല്ല. അവർ ഓപ്പണിംഗ് മാത്രമാണ് പ്രശ്നമുള്ളത്. ഫിന്നലനും അതുപോലെ ടീം സെഫർട്ടും മാത്രമാണ് അവർക്ക് ഹൈ സ്ട്രൈക്ക് റേറ്റിൽ കളിക്കുന്നത്. ബാക്കി എല്ലാവരും ഒരു 125 താഴെ മാത്രം സ്ട്രൈക്ക് റേറ്റുള്ള കളിക്കാരാണ്. അപ്പോൾ ഇന്ന് സഞ്ജു സാംസണിൻ്റെ ഇമ്പാക്റ്റ് ഇന്ത്യക്ക് ഇന്ന് വളരെ അത്യാവശ്യമാണ്. സഞ്ജു ഓർ അഭിഷേക് ശർമ്മ ഇവരിൽ ആരെങ്കിലും ഒരാൾ ഓപ്പണിങ്ങിൽ ക്ലിക്കായാൽ തന്നെ ഇന്ത്യ നല്ലൊരു ബിഗ് സ്കോറിലേക്ക് പോവുകയും ചേസിങ്ങിലും ഇന്ത്യ നന്നായിട്ട് കളിക്കുകയും ചെയ്യും. പിന്നെ വരുന്ന തിലക് വർമ്മയ്ക്കും അതുപോലെ സൂര്യകുമാർ യാദവിനും ഹർദിക് പാണ്ഡ്യയ്ക്കും ശിവൻ ദൂബയ്ക്കും അക്സർ പട്ടേൽ ഇവർക്കെല്ലാം നല്ല രീതിയിൽ ഈ 3 ടോപ്പ് 3-യിലുള്ളവർ കളിച്ചാൽ തന്നെ നല്ലൊരു സ്കോർ മെയിൻറ്റെയിൻ ചെയ്യാനും വിജയത്തിലേക്ക് പോകാനും സാധിക്കും. സഞ്ജു സാംസൺ ഇന്ന് എന്തായാലും ഒരു 30+ സ്കോർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. ന്യൂസിലാൻഡിൻ്റെ മാർക്ക് ഹെൻറിയും ലോക്കി ഫെർഗ്യൂസനും സഞ്ജു സാംസൺ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയ ബോളർമാർ തന്നെയാണ്. അതിൽ ഏറ്റവും ഡേഞ്ചർ എനിക്ക് തോന്നുന്നത് ലോക്കി ഫെർഗ്യൂസൻ്റെ യോർക്കർ ബോളുകളാണ്. ലോക്കി ഫെർഗ്യൂസൺ സ്ലോ ബോൾ എറിയാൻ നല്ല അതിവിദഗ്ധനാണ്, അതുപോലെ പേസും എറിയും. മാർക്ക് ഹെൻറി ബൗൺസിലാണ് സഞ്ജുവിനെ വീഴ്ത്തിയത്. പിന്നെ ഒരു ബോളിൽ ബൗൾഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ പരമ്പരയിൽ. അപ്പോൾ എന്തായാലും ഇന്നത്തെ കളി സഞ്ജുവിനും ഇന്ത്യക്കും നിർണായകമാണ്. ഇന്ത്യ വിജയിക്കട്ടെ.